നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. EPFOയുടെ എംപ്ലോയി സർവീസായ യൂണിഫൈഡ് മെമ്പർ പോർട്ടലിലേക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ EPFOയുടെ എല്ലാ സർവീസുകളും, അതായത് PF പിൻവലിക്കൽ, പെൻഷൻ അപേക്ഷിക്കുക, ജോയിന്റ് ഡിക്ലറേഷൻ സമർപ്പിക്കുക, KYCക്ക് അപേക്ഷിക്കുക എന്നിങ്ങനെ ഉള്ള എല്ലാ സർവീസുകളും ഇപ്പോൾ ഓൺലൈനായിട്ടാണ് നടത്തേണ്ടത്. ഇതിനുവേണ്ടി EPFO തുടങ്ങിയിട്ടുള്ള ഒരു സർവീസാണ് യൂണിഫൈഡ് മെമ്പർ പോർട്ടൽ. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കമ്പ്യൂട്ടറിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിലൂടെയോ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. EPFOയുടെ തന്നെ പല പല സർവീസുകളെ പറ്റിയുള്ള വീഡിയോകൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യൂണിഫൈഡ് മെമ്പർ പോർട്ടലിലേക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാം എന്ന് നോക്കാം. ആദ്യം EPFOയുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റായ epfindia.gov.in എന്ന സൈറ്റിലേക്ക് പോവുക. ഇവിടെ നിന്നും രണ്ട് രീതിയിൽ മെമ്പർ പോർട്ടലിലെ ലോഗിൻ മെനുവിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ആദ്യം തന്നെ റൈറ്റ് സൈഡിൽ ഇവിടെ ഓൺലൈൻ ക്ലെയിംസ്, പിന്നെ KYC അപ്ഡേഷൻ, പാസ്ബുക്ക് ഇങ്ങനെയുള്ള മെനു കാണാൻ കഴിയുന്നതാണ്. ഇതിൽ ഓൺലൈൻ ക്ലെയിംസ് മെമ്പർ അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മെമ്പർ ലോഗിൻ മെനുവിലേക്ക് പോകാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ രീതിയിൽ സർവീസസ് എന്ന മെനുവിൽ വന്ന് എംപ്ലോയീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ സർവീസസ് മെനുവിൽ മെമ്പർ UAN ഓൺലൈൻ സർവീസസ് എന്ന ഓപ്ഷൻ, അതായത് മെമ്പർ പാസ്ബുക്കിന് താഴെയായിട്ടുള്ള ഓപ്ഷൻ, മെമ്പർ പാസ്ബുക്ക് കാണണമെങ്കിൽ അതും യൂണിഫൈഡ് മെമ്പർ പോർട്ടലിലൂടെ ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് യൂണിഫൈഡ് മെമ്പർ പോർട്ടലിൻ്റെ ലോഗിൻ മെനുവിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ആക്ടിവേറ്റ് ചെയ്ത UAN ഉള്ളവരാണെങ്കിൽ ആ UANും പാസ്വേഡും കൊടുത്ത് ഇവിടെ ലോഗിൻ ചെയ്യാൻ കഴിയുന്നതാണ്. UAN ഇതുവരെ ആക്ടിവേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഇതിന് താഴെയായിട്ടുള്ള ആക്ടിവേറ്റ് UAN എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ കാണുന്ന പോലെ ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. അതായത് UAN, മെമ്പർ ID, ആധാർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് മൊബൈൽ നമ്പർ. ഇതിൽ മെമ്പർ ID തൽക്കാലം കയ്യിലില്ലെങ്കിൽ UAN മാത്രം കൊടുത്താൽ മതി. ആധാറിലുള്ളതുപോലത്തെ ആണ് പേര് കൊടുക്കേണ്ടത്. ആധാറിലെ തന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് ഫില്ല് ചെയ്ത് ക്യാപ്ചയും ഫില്ല് ചെയ്ത് ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തി ഗെറ്റ് ഓതറൈസേഷൻ പിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ആധാർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ ഒരു SMS മൊബൈൽ നമ്പറിലേക്ക് വരുന്നതായിരിക്കും. ആ SMSൽ ഒരു ടെമ്പററി പാസ്വേഡും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ലോഗിൻ മെനുവിൽ തിരിച്ചു വരിക. അവിടെ UANും ടെമ്പററി പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ഒരു OTP വരുന്നതായിരിക്കും ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക്. ആ OTP എൻ്റർ ചെയ്യുമ്പോൾ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കുന്നതായിരിക്കും. പുതിയ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. ലോഗിൻ ചെയ്തതിന് ശേഷം യൂണിഫൈഡ് മെമ്പർ പോർട്ടലിലെ ഡാഷ്ബോർഡിലേക്കായിരിക്കും പോകുന്നത്. ഇതാണ് ഡാഷ്ബോർഡ്. ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് മെമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണാൻ കഴിയുന്നത്. UAN, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, പിന്നെ ആധാർ, പാൻ, ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ സൈഡിലായിട്ട് അക്കൗണ്ട് സെറ്റിങ്സ് ആണ്. അതായത് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പഴയ പാസ്വേഡും പുതിയ പാസ്വേഡും കൊടുത്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെയാണ് UAN കാർഡ് ഉള്ളത്. അതായത് നമ്മുടെ UANൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു കാർഡ് രൂപത്തിൽ ഇവിടെ കാണിക്കുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാനും പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനും കഴിയുന്ന UAN കാർഡാണിത്. ഈ മേളിൽ കാണുന്ന ഗ്രീൻ ടാബിലുള്ളതുപോലെ വ്യൂ, മാനേജ് അക്കൗണ്ട്, ഓൺലൈൻ സർവീസസ് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ.
ഓരോ സേവനങ്ങളെ പറ്റിയുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പുറകെ വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.